താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഞാനിത് ഇങ്ങനെ പറയുവാനായിട്ട് തുടങ്ങിയിട്ട് ഇന്നേക്ക് 24 വർഷവും 2 മാസവും 30 ദിവസവുമായി. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. 24 വർഷവും 2 മാസവും 30 ദിവസമായി ഞാൻ ഇന്ന് സുബോധ ജീവിതത്തിൽ വന്നിട്ട്. ഇന്ന് ഇതുപോലെയുള്ള ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനും അനുഭവ സാക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ റിലാപ്സിനെ കുറിച്ച് ഷെയർ ചെയ്യാനും ഒക്കെ ലഭിച്ച അവസരത്തെ ഓർത്ത് ആൽക്കഹോളിക്സ് അനോണിമസിനോട് എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും. വളരെ ചെറുപ്പം മുതൽ തന്നെ ലഹരിയാസക്തി രോഗത്തിന് അടിമപ്പെട്ട ഒരാളാണ് ഞാൻ. സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ട് തന്നെ ലഹരി പദാർത്ഥങ്ങൾ അല്പമായിട്ടെങ്കിലും ഉപയോഗിച്ചൊക്കെ തുടങ്ങി. അത് വളരെയധികം ദൂഷ്യഫലത്തിലേക്ക് എന്നെ എത്തിച്ചു. എൻ്റെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പരാജയങ്ങളൊക്കെ സംഭവിച്ചു. ഈ അനുഭവങ്ങൾ മുഴുവൻ പറയാൻ നിന്നാൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ കൂടി അനുഭവങ്ങൾ പങ്കുവെച്ചുകൊള്ളാമെന്ന് അറിയിക്കട്ടെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിലാപ്സിനെ കുറിച്ച് പറയണമെന്നാണ് ഷിബു സാർ എന്നോട് ആവശ്യപ്പെട്ടത്. റിലാപ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വിശദമായിട്ട് പഠിക്കുകയും പറയുകയും ചെയ്യേണ്ട വിഷയമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് സമയമൊക്കെ ധാരാളം ആവശ്യമായിട്ടുണ്ട്. എങ്കിലും ലഭ്യമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. റിലാപ്സ് അല്ലെങ്കിൽ പുനഃപതനം തീർച്ചയായും ഏതൊരു റിക്കവറിങ് ആൽക്കഹോളിക്കും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് പുനഃപതനം എന്ന് പറയുന്നത്. പുനഃപതനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിലാണ് നാം ഓരോരുത്തരും. അതിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ സജീവമായിട്ട് കൂട്ടായ്മയിൽ പങ്കെടുക്കുക, ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക എന്നുള്ളത്. എങ്കിലും കൂട്ടായ്മയിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ പോലും ചിലരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ റിലാപ്സിന്റെ പ്രയാസത്തിലേക്ക് വഴുതി വീഴാറുമുണ്ട്. റിലാപ്സിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യമേ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മദ്യാസക്തി ലഹരിയാസക്തി എന്താണെന്നുള്ളതോടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതോടൊപ്പം ഞാൻ ആരാണ്? ഞാനൊരു അമിത മദ്യാസക്തി രോഗിയാണ്. ലഹരിയാസക്തി ഒരു രോഗമാണ്. ഇറ്റ്സ് എ പെർമനന്റ് ഡിസീസ് ആൻഡ് പ്രോഗ്രസീവ് ഡിസീസ്. ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒന്നാണ്. എത്ര വർഷക്കാലം ഞാൻ ലഹരി വസ്തുവിൽ നിന്ന് വിട്ട് ജീവിച്ചാലും ഞാൻ എന്നും ഒരു റിക്കവറിങ് ആൽക്കഹോളിക്കാണ്, മദ്യാസക്തി രോഗിയാണ്. ഏത് സമയത്തും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകാനായിട്ടുള്ള സാധ്യത എന്നിൽ നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ശ്രദ്ധയോടുകൂടി ചുവട് വെച്ച് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ എനിക്ക് സുബോധാവസ്ഥ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുത നാം എല്ലാവരും അംഗീകരിക്കുകയും അറിയുകയും ചെയ്തിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ റിലാപ്സിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, റിലാപ്സിൽ വീണുപോയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളിൽ പല ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഏതാനും നാളുകൾ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു വിവാഹത്തിൽ പങ്കെടുത്തു, മറ്റേതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തു. അങ്ങനെ വന്നപ്പോൾ ഞാൻ അല്പം ഉപയോഗിച്ചു പോയി എന്നാണ് പറയാറുള്ളത്. സംഭവം നടന്നിരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കാം. എന്നാൽ നാം പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ റിലാപ്സിന്റെ പ്രോസസ്സ് ആരംഭിച്ചിരുന്നു എന്നുള്ള വലിയ സത്യം ഈ ലഹരി വസ്തു ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമായിരിക്കും നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പരമപ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിലാപ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രക്രിയയല്ല. അതൊരു പ്രോഗ്രസീവ് പ്രക്രിയയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇതൊരു പ്രക്രിയയാണ്. ദിനംതോറും എന്നിൽ വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ റിലാപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 4 കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊരു പ്രോസസ്സ് ആണ്, അല്ല ഒരു പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത് ഏതെങ്കിലും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷനിൽ പങ്കെടുത്തു അതുകൊണ്ട് സംഭവിക്കുന്നതല്ല. ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത് ഏതൊരു മദ്യാസക്തി രോഗിയാണോ റിലാപ്സ് ആകുന്ന ആ രോഗിയുടെ മനസ്സിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഇതിന്റെ ആരംഭം, റിലാപ്സിന്റെ ആരംഭം എന്ന് പറയുന്നത് മദ്യാസക്തി രോഗിയുടെ മനസ്സിൽ നിന്ന് ആരംഭിക്കുന്നു. അത് മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇത് രോഗിയുടെ, മദ്യാസക്തി രോഗിയുടെ സ്വഭാവത്തിൽ നിന്നും ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റിലാപ്സിന്റെ പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്ന ഒരു മദ്യാസക്തി രോഗിയെ
നാം കണ്ട് ഇടപെടുകയാണെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ നിന്ന് ഈ റിലാപ്സിന്റെ പ്രോസസ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന നമ്മുടെ ഈ വലിയ പ്രസ്ഥാനത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പുറത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരത്തില്ല. അതുകൊണ്ട് ഇവരുടെ സ്വഭാവത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും റിലാപ്സ് നമുക്ക് തടയാവുന്നതുമാണ്. ഈ 12 പടികളിൽ കൂടിയുള്ള കൂട്ടായ്മയിലുള്ള സജീവ ബന്ധത്തിൽ കൂടിയുള്ള യാത്രയിൽ കൂടി മുമ്പോട്ട് പോകുന്ന ഏതൊരു മദ്യാസക്ത രോഗിക്കും റിലാപ്സിനെ തടയുവാനായിട്ട് സാധിക്കും. അതിന്റെ കാരണം ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചതാണ്. രോഗിയുടെ മനസ്സിൽ നിന്ന് ആരംഭിക്കുന്നു, രോഗിയുടെ സ്വഭാവത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് 3 സ്റ്റേജുകളുണ്ട്. റിലാപ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ 3 സ്റ്റേജുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെയൊക്കെ ചിന്താഗതികളിൽ വരുന്ന മാറ്റങ്ങൾ. ഞാൻ സുബോധ ജീവിതത്തിലേക്ക് വന്ന് ഏതാണ്ടൊരു 3 മാസം 6 മാസമൊക്കെ ആയപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ചിന്തയിൽ വന്ന ഒരു മാറ്റത്തെക്കുറിച്ച് ഞാൻ പറയാം. കാരണം എൻ്റെ ലഹരിയാസക്തി ജീവിതത്തിൽ ദിനംതോറും മദ്യപിക്കാൻ തുടങ്ങി, നിയന്ത്രണമില്ലാതെ മദ്യപിക്കാൻ തുടങ്ങിയ ആളുകൾ ഒരു ദിവസം പോലും ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടു നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക വിശേഷ ദിവസങ്ങളിലോ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന കല്യാണം പോലെയുള്ള അല്ലെങ്കിൽ ഹൗസ് വാമിങ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ കുടുംബാംഗങ്ങൾ നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മാതാപിതാക്കൾ അതുപോലെയുള്ള ആളുകൾ ഏറെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് അന്നേ ദിവസമെങ്കിലും മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും വിട്ടു നിൽക്കാൻ സാധിച്ചിട്ടില്ല ഒരു ദിവസം പോലും. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. ഇപ്പോൾ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി, തുടർച്ചയായ 6 മാസക്കാലം ഞാൻ ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് ഇനി എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. തന്നെയുമല്ല, ഞാൻ മദ്യപിച്ച് നടന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ കൂട്ടുകാരോടൊപ്പം പല സ്ഥലങ്ങളിൽ പോയതും വിനോദയാത്രയ്ക്ക് പോയതും ഉല്ലസിച്ചതും ഒക്കെ ആയിട്ടുള്ള ചില ആസ്വാദന രംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. മദ്യപാനത്തിന് ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചിന്ത ഒരു 6 മാസത്തിന് ശേഷം എന്നിലേക്ക് വന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ഉല്ലാസങ്ങളില്ലല്ലോ, അങ്ങനെയുള്ള കൂട്ടുകാരോട് ഒത്തുള്ള യാത്രയില്ലല്ലോ, അതൊക്കെ ഒരു ജീവിതത്തിന്റെ രസം കെടുത്തിക്കളഞ്ഞല്ലോ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ 6 മാസങ്ങൾ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് ഒരു 6 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് റിലാപ്സിന്റെ ഒരു സ്റ്റേജാണ്, ചിന്താഗതിയിൽ ഉണ്ടാകുന്ന മാറ്റം. മദ്യപാനമൊക്കെ നിർത്തി നമ്മൾ പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ നമുക്ക് മദ്യത്തെക്കുറിച്ചുള്ള ചിന്ത, അല്ലെ മദ്യപാനം മൂലം നമുക്ക് ഉണ്ടായ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുക. അതിൻ്റെ ഒരു ആനന്ദകരമായ ഏതെങ്കിലും നിമിഷങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആദ്യ സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരത്തില്ല. ഒരു 6 മാസം കഴിയുമ്പോഴായിരിക്കും. അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അതായത് പഴയ ചിന്താഗതിയിലേക്കുള്ള മാറ്റം, മദ്യപാനത്തെക്കുറിച്ചും മദ്യപാന സമയത്തുണ്ടായിരുന്ന കൂട്ടുകെട്ടുകളെക്കുറിച്ചും അവരോട് കൂട്ടുകൂടി പല സ്ഥലങ്ങളിൽ പോയതിനെ കുറിച്ചൊക്കെ കൂടെ ചിന്തിക്കുകയും തമാശനാണെങ്കിൽ പോലും ആരോടെങ്കിലും ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്നുവെങ്കിൽ അത് ചിന്താഗതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അത് പുനഃപതനത്തിന് സാധ്യമായി തീരും അങ്ങനെ ഉണ്ടെങ്കിൽ. മറ്റൊന്ന് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അതായത് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി ചികിത്സയ്ക്ക് ശേഷം ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടെ സൗഖ്യ ജീവിതം നിലനിർത്തി പോകുന്ന ആളുകൾ ഡയറക്റ്റ് ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി സൗഖ്യ ജീവിതം നിലനിർത്തി പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ പുതിയൊരു ജീവിതശൈലിയാണ് കരുപിടിപ്പിക്കുന്നത്. അങ്ങനെ ആ പുതിയ ജീവിതശൈലിയിൽ കൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ പഴയ പല സുഹൃത്തുക്കളോട് നമ്മൾ പിണങ്ങിയിരിക്കുന്നില്ലെങ്കിലും പഴയ രീതിയിലുള്ള ആ സൗഹൃദ ബന്ധം ഒരുപക്ഷെങ്കിൽ നമ്മൾ അല്പം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേക്കാം. അങ്ങനെ ചെയ്യണം. അതുപോലെ നമ്മൾ പണ്ടൊക്കെ പോയിരുന്ന് മദ്യപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, അല്ല മദ്യാസക്തരുമായിട്ട് ഒരുമിച്ച് സമയങ്ങൾ ചെലവഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു മാറി നിന്നിട്ടുണ്ട്. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം പഴയ നമ്മൾ വിട്ടുകളഞ്ഞ സുഹൃദ്ബന്ധങ്ങൾ പഴയ രീതിയിൽ പുനരാരംഭിക്കുക. പണ്ട് നമ്മൾ പോകണ്ടെന്ന് വിചാരിച്ചിരുന്ന പല സ്ഥലങ്ങളിലും, അല്ല ഇപ്പോൾ നമ്മൾ പോകണ്ട എന്ന് വിചാരിച്ചിരുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ പോകുക, മദ്യാസക്തരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക. മറ്റൊന്ന് AA മീറ്റിംഗ്, അതുപോലെ ഫോളോ പ്രവർത്തനങ്ങൾ, ഇവയ്ക്കൊക്കെ സജീവമായിട്ടിരുന്ന ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ അതിൽ നിന്ന് പുറകോട്ട് പോരുന്നുണ്ടെങ്കിൽ അത് ജീവിതശൈലിയിൽ വരുന്ന മാറ്റമാണ്. അതും നമ്മൾ റിലാപ്സിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇത്രത്തോളമൊക്കെയുള്ള ചിന്താഗതിയിൽ വരുന്ന മാറ്റങ്ങളും ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ, കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരുപക്ഷെ
നമ്മുടെ മനസ്സിലേക്ക് തോന്നി തുടങ്ങും. ഇത്രയും നാളുകളൊക്കെ ഞാൻ മദ്യപിക്കാതിരുന്നതല്ലേ, അപ്പൊ ഇനി എനിക്ക് നിയന്ത്രിച്ച് മദ്യപിക്കാനിടയ്ക്ക് ഒരുപക്ഷെ സാധിച്ചേക്കുമായിരിക്കും എന്നുള്ള തോന്നലുകളിൽ കൂട്ടുകാരുടെയോ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടോ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലഭ്യതയുടെ കാരണം കൊണ്ടോ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ള ചിന്താഗതി കൊണ്ടോ ഞാൻ ഒരു അല്പമായിട്ട് കഴിക്കാനായിട്ട് ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ റിലാപ്സിലേക്ക് പോകാനുള്ള സാധ്യതയുടെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നോർത്തിട്ടാണ് ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള വലിയ സത്യം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുക. അതുകൊണ്ട് റിലാപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൂട്ടായ്മ ബന്ധത്തിൽ കൂടി നമ്മൾ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളോട് പറഞ്ഞു വന്നിരിക്കുന്ന വഴികളിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് റിലാപ്സ് ഉണ്ടാവാതെ സൗഖ്യം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിക്കവറി എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അല്പം ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും, പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരും. സുബോധ ജീവിതത്തിൽ കൂടെ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ട് മാറിയെന്ന് വരത്തില്ല, നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടിയെന്ന് വരത്തില്ല, നമുക്ക് ശത്രുതകൾ ഇല്ലാതെ വന്നെന്ന് വരത്തില്ല, നമ്മളെ എല്ലാവരും അംഗീകരിച്ചോണമെന്നൊന്നുമില്ല. പണ്ടത്തേനേക്കാൾ നമുക്ക് അംഗീകാരം ഒരു പക്ഷെ കുറഞ്ഞു പോയേക്കാം. നമ്മളെ അംഗീകരിച്ചുകൊണ്ട് സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം. നമ്മൾ പുതിയൊരു സമൂഹത്തിലേക്കൊക്കെ വന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എസ്കലേറ്റർ നമുക്കറിയാം. താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു എക്സലേറ്ററിൽ മുകളിലേക്ക് കയറുവാനായിട്ട് ശ്രമിച്ചാൽ അപകടം കൂടാതെ താഴേക്ക് ഇറങ്ങി വരുന്ന എസ്കലേറ്ററിൽ കൂടി മുകളിലേക്ക് കയറാൻ ശ്രമിച്ച് മുകളിൽ എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സ്. എത്രത്തോളം കഠിനാധ്വാനം, നിയന്ത്രണം, ശ്രദ്ധ അതിനാവശ്യമാണ്. ഇപ്പൊ അങ്ങനെ സംഭവിക്കുകയില്ലെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അത്രത്തോളം നിയന്ത്രണവും ശ്രദ്ധയും ഒക്കെ ആവശ്യമാണ് ഈ റിലാപ്സ് ഉണ്ടാവാതിരിക്കാൻ, സുബോധം നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത്. റിലാപ്സിനെ സംബന്ധിച്ച് അതിൻ്റെ 3-4 കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റേജുകൾ 3 ഉണ്ട്. അതായത് ഇതൊരു പ്രക്രിയയാണ്. രോഗിയുടെ മനസ്സിൽ നിന്ന് ആരംഭിക്കുന്നു, രോഗിയുടെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് തടയാവുന്നതാണ്. മറ്റൊരു ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം, ചിന്താഗതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. 3 സ്റ്റേജുകൾ. 1 ചിന്താഗതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ള ചിന്താഗതിയിൽ ലഹരി വസ്തുക്കൾ അല്പമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുക. ഇങ്ങനെയാണ് ഒരാൾ റിലാപ്സിലേക്ക് പോകാനുള്ള സാധ്യത സാധാരണഗതിയിൽ കാണുന്നത്. എന്നാൽ ഈ ഇതുപോലെയുള്ള രീതിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ആളുകൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചുരുക്കമായിട്ട് പറയാം. ഇത് എല്ലാവരെയും ഒരേപോലെ അത് സ്വാധീനിച്ചെന്ന് വരത്തില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ 1-2 ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അങ്ങനെ എന്നെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏതെങ്കിലും എൻ്റെ സ്വഭാവത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവനവൻ തന്നെ ചിന്തിക്കുക. അതാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ദോഷങ്ങളെക്കുറിച്ചോ ഒരു മുൻവിധിയോടുകൂടി നമ്മൾ ഇതിനെ കാണുക. ലഹരി വസ്തുക്കൾ ഉപയോഗം നിർത്തുന്നതിന് ഒരു മുൻവിധിയോടുകൂടി കാണുക. അതല്ലെങ്കിൽ വ്യവസ്ഥകൾ വയ്ക്കുക. ഇപ്പൊ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഭാര്യ എന്നോട് പറയുകയാണ്, നിങ്ങൾ കള്ളുകൂടി നിർത്തണം എന്ന് പറയുമ്പോൾ ഞാൻ നേരെ തിരിച്ചു പറയുന്നത്, ഞാൻ കള്ളുകൂടി നിർത്താം, പക്ഷെ നിന്റെ നാക്ക് വായിൽ അടങ്ങിക്കിടക്കണം. നീ നന്നായാൽ എൻ്റെ കള്ളുകൂടി മാറും. അല്ലെങ്കിൽ എൻ്റെ അപ്പൻ എന്നോട് ഞാൻ പറയുന്ന പോലെ പ്രവർത്തിച്ചാൽ ഞാൻ കള്ളുകൂടി നിർത്താം. എൻ്റെ കടബാധകൾ മാറ്റിത്തന്നാൽ ഞാൻ കള്ളുകൂടി നിർത്താം. ഇങ്ങനെ പലതരത്തിലുള്ള വ്യവസ്ഥകൾ മുമ്പോട്ട് വയ്ക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ മനോഭാവത്തിൽ കാര്യമായ മാറ്റം വരുത്താത്ത ആളുകളുണ്ട്. ലഹരി വസ്തുവിൻ്റെ ഉപയോഗം രോഗമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് അംഗീകരിക്കാതിരിക്കുന്ന ആളുകൾ, എൻ്റെ സ്വഭാവത്തിൽ വരുത്തേണ്ടുന്ന സ്വഭാവത്തിൻ്റെ മാറ്റങ്ങൾ അത് മനസ്സിലാക്കിയിട്ടും അതിന് തയ്യാറാകാതിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്താതെ പഴയ രീതിയിലുള്ള മനോഭാവത്തിൽ കൂടി മുമ്പോട്ട് പോകുന്ന ആളുകൾ. മറ്റൊന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്ക് വലിയ പ്രദാനം ചെയ്തിരിക്കുന്ന ഒരു വലിയ സംഗതിയാണ് ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അത് ഈശ്വരനിൽ വിശ്വസിക്കുന്നവർക്ക് ഈശ്വരനിൽ വിശ്വസിക്കാം, അതല്ലാത്ത വിശ്വാസമുള്ളവർക്ക് അങ്ങനെയും ആവാം. എന്തായിരുന്നാലും ഒരു വിശ്വാസം നമുക്ക് ആവശ്യമാണ്. എന്നേക്കാൾ വലിയൊരു ശക്തിയെ ഞാൻ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ആ ശക്തിയെ ആശ്രയിക്കാൻ താല്പര്യമില്ലാതെ നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കും ഈ ഇത് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. മറ്റൊന്ന്, മദ്യം മാത്രം നിർത്തുന്ന ആളുകളുണ്ട്. മദ്യം മാത്രം നിർത്തും, മദ്യപാനത്തോടുള്ള മറ്റ് സ്വഭാവ വൈകല്യങ്ങളൊന്നും മാറ്റത്തില്ല. കള്ളുകൂടി വേണമെങ്കിൽ മാറ്റിയേക്കാം,
പക്ഷെങ്കിൽ കള്ളുകുടിയോടുകൂടി എനിക്കൊരു പക്ഷെങ്കിൽ ഇത് ചീട്ടുകളി ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ കൂടെ കൂട്ടുകാർ കൂടി പിക്നിക്കിന് പോവുക, അപ്പോൾ കള്ളു കുടിക്കുക, അല്ലെങ്കിൽ അതുപോലെയുള്ള പല കാര്യങ്ങൾ ചെയ്യുക. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നിലനിർത്തുക. ഞാൻ ചികിത്സയ്ക്ക് പോയ ആളാണ്, ഞാൻ ഡി അഡിക്ഷൻ സെൻ്ററിൽ ഇത്ര ദിവസം താമസിച്ച ആളാണ്, ക്ലാസ്സുകളൊക്കെ എനിക്ക് കിട്ടിയതാണ്, കൗൺസിലിംഗ് കഴിഞ്ഞാണ്, ഞാൻ ഒത്തിരി പേർക്ക് ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അതുകൊണ്ടൊന്നും എനിക്കിങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള ചില ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്നാണ് ലഹരി പദാർത്ഥം പൂർണ്ണമായി നിർത്താത്ത ആളുകൾ. സബ്സ്റ്റിറ്റ്യൂട്ട് അഡിക്ഷൻസ് ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോവുക. പുകവലി ആയാലും അതുപോലെ തന്നെ വെറ്റമുറുക്കായാലും പാൻ മസാല ആയാലും അങ്ങനെയുള്ള മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്താതിരിക്കുകയും മദ്യപാനം നിർത്തുകയും ചെയ്യുന്ന ആളുകൾ വീണ്ടും പഴയ മദ്യപാനത്തിലേക്ക് തന്നെ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ക്രമമായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത ആളുകൾ. കുറെ കാലം മീറ്റിങ്ങിലൊക്കെ പോയി ആക്റ്റീവായിട്ടൊക്കെ പങ്കെടുത്തു, 1 വർഷമായി, 10 വർഷമായി, 12, 15 വർഷമൊക്കെ, അപ്പോൾ ഇത്രയും വർഷങ്ങളൊക്കെ ആയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഇല്ലെങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമാകും, അതിനുള്ള വിൽ പവറൊക്കെ എനിക്ക് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകൾ. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ജീവിത പങ്കാളിയോട് ചേർന്നാണ് നമ്മൾ ഗ്രൂപ്പ് മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുക. അല്ലറ മീറ്റിങ്ങിൽ അവർ പങ്കെടുക്കുന്നു, നമ്മൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, രണ്ടുപേരും ഒരുമിച്ച് ഗ്രൂപ്പുകൾ പങ്കെടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണല്ലോ സാധാരണ ഇത് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളികൾ, പ്രത്യേകിച്ച് ഭാര്യമാർ, അവരുടെ ഒരു പിന്മാറ്റം, മീറ്റിങ്ങിൽ നിന്നുള്ള പിന്മാറ്റം ഭർത്താവിനെ പിന്നെ റിലാപ്സിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ സാഹചര്യങ്ങളെ വിലയിരുത്തുവാൻ വരുന്ന പരാജയം, സാഹചര്യങ്ങൾ നമ്മൾ ചെന്ന് പെടുന്ന സാഹചര്യത്തെ മുൻകൂട്ടി മനസ്സിലാക്കുവാനും വിലയിരുത്താനും നമുക്ക് സാധിക്കണം. അവിടെ പരാജയം സംഭവിച്ചാൽ റിലാപ്സിനുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് കല്യാണവും അതുപോലെയുള്ള മറ്റ് വിശേഷ അവസരങ്ങളും ഒക്കെ. അപ്പൊ ഇന്ന പോലൊരു കല്യാണത്തിൽ പോയാൽ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വിശേഷ സംഭവത്തിൽ പോയാൽ, ഹൗസ് വാമിങ്ങിന് പോയാൽ, അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവിടെ മദ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് മുൻകൂട്ടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കാതെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിൽ പരാജയം സംഭവിച്ചാൽ അവിടെയും റിലാപ്സ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പഴയ രീതിയിലേക്കുള്ള നമ്മുടെ ശൈലി മാറ്റം. നമ്മൾ സുബോധ ജീവിതത്തിൽ വന്നതിന് ശേഷം ഒരു പുതിയ ജീവിത ശൈലിയിൽ കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളുടെ സെറനിറ്റി പ്രാർത്ഥന, അപ്പോൾ ഈ പ്രാർത്ഥനയോടുകൂടി ഒരു ദിവസം ജീവിതം നമ്മൾ ആരംഭിക്കുന്നതാണ്. അത് ആ പകൽക്കാലത്ത് നമ്മുടെ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് മുൻപ് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്ക് പറഞ്ഞു തന്നത്. രാവിലെയും വൈകിട്ടുമുള്ള നമ്മുടെ സെറനിറ്റി പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്ന എന്നേക്കാൾ വലിയൊരു ശക്തി, ആ ശക്തിയോടുള്ളൊരു പ്രാർത്ഥന, അങ്ങനെ ഒരു പ്രാർത്ഥന ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറെ കാലം കഴിയുമ്പോൾ ഈ പ്രാർത്ഥനാ ജീവിതത്തിനുള്ളൊരു പിന്മാറ്റം, നമ്മുടെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റം, ആശയവിനിമയത്തിൽ വരുന്ന മാറ്റം, ഭക്ഷണ ക്രമീകരണങ്ങൾ, വീട്ടിൽ ഒരുമിച്ചിരുന്ന് കുടുംബാംഗങ്ങളുമായിട്ട് ചേർന്ന് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ അങ്ങനെയുള്ള ദിവസങ്ങൾ അപൂർവമായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ ദേവാലയ സന്ദർശനമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പം അങ്ങനെ ദേവാലയങ്ങളൊന്നും പോകാറില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പഴയ രീതിയിലേക്ക് നമ്മുടെ ശൈലി മാറ്റം റിലാപ്സിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു വലിയ സംഭവമാണ്, കുടുംബജീവിതത്തിന്റെ ആണിക്കൽ ഇളക്കിക്കളയുന്ന ഒന്നാണ് സംശയരോഗം എന്ന് പറയുന്നത്. മദ്യാസക്തി ജീവിതത്തിൽ ഒരു 3ാമത്തെ 4ാമത്തെ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ ഉടലെടുക്കുന്ന ഒന്നാണ് ഈ പാരനോനിയ, സംശയരോഗം. അത് ഭർത്താവിനും ഉണ്ടാവാം, മദ്യപിക്കുന്ന ഭർത്താവിനും ഉണ്ട് ഈ സംശയരോഗം, മദ്യപിക്കാതെ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കും ഉണ്ട് സംശയരോഗം. ഈ സംശയരോഗം നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററിലെ ചികിത്സാ കൗൺസിലിംഗ് തുടർന്നുള്ള നമ്മുടെ കൂട്ടായ്മ ജീവിതത്തിൽ കൂടി മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് മാറാതെ ഇരിക്കുന്നുവെങ്കിൽ വീണ്ടും പഴയതിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കാതെ വരിക. ഒരു കൂട്ടായ്മയ്ക്കകത്ത് ചെല്ലുമ്പം നമ്മൾ വേറെ ഒരു പ്രസ്ഥാനത്തിലോ സമൂഹങ്ങളിലോ സംഘടനകളിലോ ഒന്നും കാണാത്ത തരത്തിലുള്ള ആളുകളെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ കാണുന്നത്. സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തുറകളിലുമുള്ള ആളുകളെ ആൽക്കഹോളിക്സ് അനോണിമസിൽ കാണാം. അതിനകത്ത് വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ട്, സമ്പത്തുള്ളവരുണ്ട്, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പം ഇവരെ എല്ലാവരെയും നമുക്ക് എന്നോടൊപ്പം അവരെ കൂടെ അംഗീകരിക്കുവാൻ,
എല്ലാവരും ഒരുപോലെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഒക്കെ നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തുണ്ട്. എത്രയോ നല്ല നല്ല കഴിവുള്ള ആളുകളുണ്ട് നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത്. ഇപ്പൊ പാട്ട് പാടുവാൻ കഴിവുള്ള ആളുകളുണ്ട്, മോണോ ആക്ട് കാണിക്കാൻ കഴിവുള്ള ആളുകൾ, കവിത എഴുതുവാൻ, ചിത്രം വരയ്ക്കുവാൻ, ലീഡർഷിപ്പ് കൊടുക്കുവാൻ, ഇങ്ങനെ വിവിധ തരം കഴിവുകളുള്ള ആളുകളുടെ ഒരു സമൂഹമാണ് ആൽക്കഹോളിക്സ് എന്നത്. അതുകൊണ്ട് എനിക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ സാധിക്കുമായിരിക്കും ഒരു പക്ഷേങ്കിൽ, പക്ഷെ എനിക്ക് പാട്ട് പാടാൻ കഴിയത്തില്ലായിരിക്കും. എനിക്ക് ചിലപ്പോൾ പാട്ട് പാടാൻ കഴിയുമായിരിക്കും, ചിത്രം വരയ്ക്കാൻ കഴിയത്തില്ല. അപ്പം ചിത്രം വരയ്ക്കാൻ കഴിയുന്ന ആളും ചിത്രം വരയ്ക്കാത്ത ആള്, പാട്ട് പാടാൻ അറിയുന്നവരെയും പാട്ട് പാടാൻ അറിയാത്തവരെയും, സമ്പത്തുള്ളവരെയും സമ്പത്ത് കുറഞ്ഞവനെയൊക്കെ ഒരുപോലെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധ്യമാവണം. അപ്പൊ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മളെ കൂട്ടായ്മയിൽ നിന്ന് അകറ്റിക്കളയും. അതിന്റെ പരിണിതഫലം റിലാപ്സ് ആണെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഒരു ഈ സ്വാർത്ഥ എന്ന് പറഞ്ഞ ജീവിതശൈലി നയിക്കുന്ന ആളുകൾ ഉണ്ട് കൂട്ടായ്മയ്ക്കകത്ത്. മറ്റുള്ളവരെ കുറിച്ചുള്ള വലിയ ചിന്തയൊന്നും പലപ്പോഴും ചില ആളുകൾക്കെങ്കിലും ഇല്ലാതെ വരുന്നു. അങ്ങനെയുള്ള ആളുകളൊന്നും ദീർഘകാലം കൂട്ടായ്മയ്ക്കകത്ത് നിലനിൽക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സ്വാർത്ഥത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ അതുപോലെ തന്നെ പുനഃപതന ലക്ഷണങ്ങൾ നമ്മളോട് ആരെങ്കിലും പറയും, കൂട്ടായ്മയുള്ള ആളുകൾ പറയുക, അല്ലെ എൻ്റെ ഭാര്യ, എന്നോട് ആദ്യകാലത്തൊക്കെ എൻ്റെ ഭാര്യ പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് വീണ്ടും കൗൺസിലിങ്ങിന് പോകാൻ സമയമായി, നിങ്ങളുടെ സംഭാഷണ ശൈലി മാറുന്നുണ്ട്, നിങ്ങളുടെ പെരുമാറ്റ രീതി മാറുന്നുണ്ട്, പണ്ടത്തെ പോലെ ആകുന്നുണ്ട്, ചിലപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളുടെ പെരുമാറ്റവും സംഭാഷണവും ഇടപെടലും ഒക്കെ, അതുകൊണ്ട് വീണ്ടും കൗൺസിലിംഗ് പോകാൻ സമയമായിട്ടുണ്ട് എന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് റിലാപ്സിന്റെ ഒരു ലക്ഷണം. അപ്പൊ അതുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഒരാളിൽ ഉണ്ടാകുന്ന സ്വഭാവത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, നമ്മുടെ ഷെയറിങ്, നമ്മുടെ ഇടപെടലുകളൊക്കെ കാണുമ്പം ചിലർക്ക് മനസ്സിലാവും, ഇദ്ദേഹത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ കാണുന്നുണ്ടല്ലോ, റിലാപ്സിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും താങ്കളിൽ റിലാപ്സിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ, നമ്മളൊന്ന് പറയാൻ ശ്രമിച്ചാൽ, അത് നമ്മൾ അംഗീകരിക്കാതിരുന്നാൽ, അങ്ങനെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത മനസ്ഥിതിയോടുകൂടി ഇരുന്നാൽ അവിടെ പുനഃപതനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ വിശേഷങ്ങൾ ഉള്ള ആളുകളാണ് സാധാരണഗതിയിൽ പുനഃപതനത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉള്ള ആളുകൾ. അതുകൊണ്ട് ശ്രദ്ധയോടെ ചുവട് വയ്ക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് വീഴാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതല്ലാതെ നമുക്ക് സാധിക്കത്തില്ല. കാരണം ഒരു സോഷ്യൽ ഡ്രിങ്കർ എന്ന് പറയുന്ന ആള് എപ്പോൾ വേണമെങ്കിലും ഒരു അമിത മദ്യാസക്തൻ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് മദ്യപാനമൊക്കെ നിർത്തുന്ന സമയത്ത് കുറച്ചുനാൾ കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറുതായിട്ടൊക്കെ കഴിക്കാം. ഞാൻ ഏതാണ്ട് ഒരു 4 മാസക്കാലം ഒരു ഫുൾ ബോട്ടിൽ അവസാനമായിട്ട് മേടിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഫുൾ ബോട്ടിൽ 4 മാസക്കാലം എൻ്റെ വീട്ടിൽ വെച്ചിരുന്നു. അത് വാങ്ങി വെച്ചത് ദിവസവും ജോലിക്ക് വന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് ഞാൻ വാങ്ങി വെച്ച ഇച്ചിരി വില കൂടിയ സാധനമായിരുന്നു. അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളം കൊച്ചിയിലുണ്ട്. ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പം അവിടെ വെച്ച് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കാം. പക്ഷെ അത് അവിടെ പോകുന്നതിന് ഉപയോഗിക്കുന്നതിന് മുമ്പാണ് ഞാൻ മദ്യപാനം നിർത്തുന്നത്. അപ്പൊ നിർത്തി കഴിഞ്ഞപ്പോഴും ഈ കുപ്പി വീട്ടിൽ തന്നെ ഇരിക്കുക. എൻ്റെ വൈഫിനോട് ചോദിച്ചു, നിങ്ങൾ കള്ളുകൂടിയൊക്കെ നിർത്തിയല്ലോ, മദ്യപാനമൊക്കെ നിർത്തിയല്ലോ, എന്നിട്ട് ഈ കുപ്പി ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി അത് സാരമില്ല, 5-6 മാസമൊക്കെ ആവട്ടെ, അത് കഴിയുമ്പോൾ ചെറുതായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. തന്നെയല്ല, എറണാകുളത്ത് കൊച്ചിക്കല്ലേ പോകുന്നത്, അവിടെ പോയി കഴിച്ചാൽ ഇത് ആരറിയാനോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, 4-5 മാസമോ കഴിഞ്ഞപ്പം എനിക്ക് ആ കുപ്പി തന്നെ ആൾക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കുക ചെയ്ത്. ഞാൻ കൊച്ചിക്കോട്ട് പോയതുമില്ല, ഈ സാധനം കൊണ്ടുപോയതുമില്ല, ഉപയോഗിച്ചതുമില്ല, അത് മടക്കി കൊടുത്തു. അപ്പൊ അന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഒരു ഒരു നിയന്ത്രിച്ച് കഴിക്കാനൊക്കെ സാധിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഒരു സോഷ്യൽ ഡ്രിങ്കർ എപ്പോൾ വേണമെങ്കിലും ഒരു അമിത മദ്യാസക്തനായി തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഒരു അമിത മദ്യാസക്തന് സോഷ്യൽ ഡ്രിങ്കർ ആവാൻ സാധിക്കത്തില്ല എന്നുള്ള വലിയ സത്യം മനസ്സിലാക്കുക. കാരണം സോഷ്യൽ ഡ്രിങ്കർ ഏത് സമയത്തും ക്രോണിക്കായിട്ട് മാറും. ഒരു ക്രോണിക്കിന് ഒരു കാരണവശാലും സോഷ്യൽ ഡ്രിങ്കർ ആവാനായിട്ട് സാധിക്കത്തില്ല. ഇന്ന് 7 മണിക്ക് നടന്ന നമ്മുടെ കൂട്ടായ്മയിൽ നമ്മുടെ ഷിബു സാറ് ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച 1-2 കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ സ്ഥലം മാറി നോക്കി കള്ളുകൂടി ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി, കൂട്ടുകാരെ ഒന്ന് മാറി നോക്കി കള്ളുകൂടി മാറ്റിയെടുക്കാൻ വേണ്ടി, ബ്രാൻഡുകളൊക്കെ ഒന്ന് മാറി നോക്കി കള്ളുകൂടി ഒന്ന് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊന്നും സാധിച്ചില്ല. മറ്റൊരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞത്, ദീർഘകാലം ഒന്നും മദ്യപിക്കേണ്ട ആവശ്യമില്ല ഒരു മദ്യാസക്തനായി മാറുവാനായിട്ട്. കുറഞ്ഞ നാളുകൾ മതി, ഒത്തിരി മദ്യം കഴിക്കണമെന്നില്ല. മെഡിക്കൽ സയൻസ് പറയുന്നത്
3 മാസം മുതൽ 42 വർഷം വരെ എന്നുള്ളൊരു കാലയളവ് മെഡിക്കൽ സയൻസ് പറഞ്ഞിട്ടുണ്ട് ഒരാൾ അമിത മദ്യാസക്തനായി തീരുവാൻ. ഇന്ന് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ മദ്യപാനം തുടങ്ങിയാൽ ഒരുപക്ഷെങ്കിൽ ഞാൻ 3 മാസം മദ്യപിക്കുമ്പോഴേക്കും ഒരു ക്രോണിക് ആൽക്കഹോളിക്കായിട്ട് മാറിയേക്കാം. എന്നോടൊപ്പം മദ്യപാനം തുടങ്ങിയ എൻ്റെ സുഹൃത്ത് അങ്ങനെയുള്ള ഒരു സ്റ്റേജിലേക്ക് എത്താൻ ഒരുപക്ഷെങ്കിൽ 42 വർഷം വരെ നീണ്ട കാലയളവ് എടുത്തേക്കാം. അങ്ങനെയൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ആർക്ക് എപ്പോൾ എങ്ങനെ സംഭവിക്കുന്നുവെന്നും മുൻകൂട്ടി അറിയുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് റിലാപ്സ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അത് ആർക്കും ഏത് സമയത്തും സംഭവിക്കാം. എനിക്കും സംഭവിക്കാം. ഞാനിപ്പം 25-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. 24 വർഷമാണ് പൂർത്തിയായത്. 2 മാസവും കഴിഞ്ഞ് 3 മാസം ആവുന്നു. അപ്പോൾ എനിക്കും സംഭവിക്കാം ഏത് സമയത്തും. അതുകൊണ്ട് ഓരോ ദിവസവും എടുക്കുന്ന ഒരു തീരുമാനമാണ്, ദൈവമേ തമ്പുരാനെ ഇന്നത്തെ ഒരു ദിവസം യാതൊരു ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ ഇടയാവരുത്, എന്നിൽ നിന്നെതിരെ മാറ്റിത്തരയണം എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത് തന്നെ. കട്ടിലെന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, തമ്പുരാനെ മാപ്പപേക്ഷിക്കുക, കേണപേക്ഷിക്കുക, കാലം പിടിച്ച് കേഴുക. കാരണം എനിക്കറിയാം മദ്യത്തിന് മുമ്പിൽ ഞാൻ ബലഹീനൻ. 1-ാം പടി എന്നോടതാ പറയുന്നത്. മദ്യത്തിന് മുൻപിൽ ഞാൻ ബലഹീനനാണ്. എനിക്ക് ഒരു കഴിവുമില്ല. മദ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിച്ചു തുടങ്ങിയാൽ പിന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തമ്പുരാനെ എന്നെ കാത്തുകൊള്ളണം. ആ തമ്പുരാൻ എന്നെ ഇത്രയും കാലമായിട്ട് കാക്കുന്നുണ്ട്. ആയിട്ട് കിടക്കുന്നതിന് മുമ്പ് ആ തമ്പുരാനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ സമയം വരെ ലഹരി പദാർത്ഥം ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് സാധിച്ചിരിക്കുന്നത്. പുനഃപതനത്തിന്റെ സാധ്യതകൾ കൂടിയൊക്കെ ധാരാളം കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ വലിയവനായി തമ്പുരാൻ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. കൂട്ടായ്മ എന്നെ പിടിച്ചു നിർത്തുന്നു. കൂട്ടായ്മയിലുള്ള സഹോദരങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും എന്നെ കൂടുതൽ ബലപ്പെടുത്തുന്നു. പുനഃപതന സാധ്യത, ഇവിടെ പറഞ്ഞ പല സാധ്യതകളും എന്നിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ നിന്നൊക്കെ എന്നെ വിടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഞാൻ ഒരു എങ്ങനെ നമുക്കിത് ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചും കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. റിലാപ്സ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും? 4-5 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാം. റിലാപ്സ് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റിലാപ്സ് ഒഴിവാക്കാനുള്ള പ്രേരക ശക്തി എൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ആ പ്രേരക ശക്തി എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക, ഇപ്പോഴത്തെ പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ച് നോക്കുക. അപ്പൊ ഇപ്പോൾ ഞാൻ പറയുന്നു, സുബോധ ജീവിതം നയിക്കുന്ന ഒരു ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ എന്നെ പോലെയുള്ള അനേകം ആളുകൾ ലക്ഷ്യബോധത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പണ്ട് നമുക്ക് ഈ ലക്ഷ്യബോധം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെയൊക്കെയോ ഇരുളുന്നു വെളുക്കുന്നു, കിട്ടുന്നതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ എത്രത്തോളമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ നമുക്കൊരു ഒരു ലക്ഷ്യബോധം വേണം. അതുകൊണ്ട് ഈ ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നമ്മുടെ 12 പടികളും നമ്മുടെ സെറനിറ്റി പ്രയർ, പ്രതിദിന മാനം, ഇതൊക്കെയാണ് നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൽ പറയുന്ന രീതിയിൽ കൂടി നമ്മൾ സഞ്ചരിച്ചാൽ ഈ പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാവാതിരിക്കും. പക്ഷെ അതിൽ കൂടിയൊക്കെ സഞ്ചരിക്കണം. അതുകൊണ്ട് ഈ ലക്ഷ്യബോധം ഉണ്ടാകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പടിയാണ് 2ാമത്തെ പടി എന്ന് പറയുന്നത്. 2ാമത്തെ പടി എന്താ നമ്മളോട് പറയുന്നത്? എല്ലാവരും ഇപ്പൊ പടികൾ നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടായിരിക്കണം. നമ്മുടെ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ഓരോ പടികളും നമ്മുടെ മനസ്സിന്റെ ഓർമ്മയിലുണ്ടായിരിക്കും. 2ാമത്തെ പടി എന്നോട് പറയുന്നു, ഞങ്ങളെ വീണ്ടും നേരായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ. ഞാൻ ഞങ്ങളെ എന്നുള്ളതിന് ഞാൻ എന്നെ തന്നെ ആക്കുന്നു. എന്നെ വീണ്ടും നേരായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്നേക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യബോധം കണ്ടെത്തണമെങ്കിൽ എന്നേക്കാൾ വലിയൊരു ശക്തിയെ ഞാൻ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അത് എൻ്റെ ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധമാണ്. എൻ്റെ ദൈവമായിട്ടുള്ള എനിക്കുള്ള ബന്ധമാണ്. അതായിരിക്കത്തില്ല മറ്റൊരു അംഗത്തിന്. അദ്ദേഹത്തിന് ദൈവവും ആ ദൈവമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ഈ 2 ബന്ധങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഞാനും അയാളും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാക്കി തരുന്നത് ദൈവമാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ്. അതുകൊണ്ട് ഈ 2ാം പടി എന്നെ സഹായിക്കുന്നുണ്ട്. എന്നെ വീണ്ടും നേരായ ജീവിതത്തിലേക്ക് നയിക്കാനെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പണ്ട് നേരായ ജീവിതത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടേയിരുന്ന ഒരാളാണ്. ഇടക്കാലത്ത് അമിതമായ ലഹരിയാസക്തി എന്നിൽ വന്നു കൂടിയപ്പോൾ ഞാൻ ആ നേരായ പാതയിൽ നിന്ന് വ്യതിചലിച്ചു. അതുകൊണ്ട് വീണ്ടും എനിക്ക് നേരായ പാതയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എന്നേക്കാൾ വലിയ ശക്തിയെ ഞാൻ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു.
അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. മറ്റൊന്ന്, ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ഞാൻ ആർക്കു വേണ്ടിയാണ് മദ്യപാനം നടത്തുന്നത്? ഞാനിപ്പം ഒരു 23 വർഷത്തോളമായിട്ട് പൂർണ്ണമായിട്ട് ലഹരി ആസക്തരുടെ ഇടയിൽ സേവനം ചെയ്യുന്ന ഒരാളാണ്. 23 വർഷമായിട്ട് വേറെ ഒരു ജോലിക്കും ഞാൻ പോകുന്നില്ല. ഇത് പണം സ്വീകരിച്ചുകൊണ്ടുള്ള സേവനമൊട്ടല്ലതാൻ. എത്രത്തോളം ഞാൻ ഈ സുബോധ ജീവിതത്തിൽ വന്ന് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എല്ലാം കൈവിട്ടു പോയവനാണ്. നിരാശയുടെ പടുകുഴിയിലേക്ക് പോയി, മരണമല്ലാതെ മറ്റൊന്നും മുമ്പിലില്ല, ഇങ്ങനെയൊക്കെയുള്ള വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ കൂടി കടന്നുപോയത്. എന്നാൽ ഈ മദ്യപാനം നിർത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്നിൽ വന്ന മാറ്റങ്ങൾ അഭൂതപൂർവമായി. ഒരു ദിവസം കൊണ്ടൊന്നുണ്ടായ മാറ്റങ്ങളൊന്നുമല്ല, ഏറെ നാളുകളുണ്ടായ മാറ്റങ്ങളാണ്. എന്നാൽ ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും അഭൂതപൂർവമായ മാറ്റങ്ങൾ എന്നിൽ സംഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ ഞാനിത് എനിക്ക് വേണ്ടി തന്നെ നിർത്തിയതാണ് എന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഇത് ആത്മാർത്ഥമുള്ള ആഗ്രഹം നമുക്കുണ്ടാണ്. ഇത് ആർക്കു വേണ്ടിയാണ്? ഇത് ഞാൻ എനിക്ക് വേണ്ടി നിർത്തിയതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് കരകയറണം. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ലഹരി ആസക്തി ജീവിതത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ആ അവസ്ഥയിൽ നിന്ന് എനിക്ക് കരകയറണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഞാൻ വളർത്തിക്കൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എത്ര രൂക്ഷമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകും. ഞാൻ എത്രമാത്രം രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. മറ്റൊന്ന്, നല്ല ഒരു പേരൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ അമിത മദ്യാസക്തിയിലേക്ക് വീഴുന്നതിന് മുൻപ് എനിക്ക് ക്ഷമിക്കണം, ചെറിയൊരു ചുമയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് സംസാരിക്കുമ്പോഴേക്കും. 2 മാസത്തിന് മുൻപ് എനിക്ക് കോവിഡ് മഹാമാരിയിൽ ഞാനും പെട്ടുപോയി, പോസിറ്റീവായി. ഒരു മാസത്തോളം ചികിത്സയും വിശ്രമമൊക്കെ ആയിട്ട് കഴിഞ്ഞു. ഇപ്പോൾ 2 മാസമായി. അന്ന് തുടങ്ങിയ ഒരു ചെറിയ ചുമയുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നല്ലൊരു പേരൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ മദ്യാസക്തി ജീവിതത്തിൽ ആ നല്ല പേരൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ആ നല്ല പേര് വീണ്ടെടുക്കണമെന്നുള്ള ഒരു വാശി നിലനിർത്താനായിട്ട് ശ്രമിക്കുക. എത്രത്തോളം ഉത്തരവാദിത്തോടു കൂടിയാണ് ഞാൻ ജീവിച്ചിരുന്നതെന്ന് ചിന്തിച്ച് നോക്കുക. ഉത്തരവാദിത്തോടെ ജീവിക്കുമെന്ന് തീരുമാനിക്കാൻ സാധ്യമാണ്. പലപ്പോഴും നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞാണ് ജീവിച്ചിരുന്നത്. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാര്യയോ മറ്റുള്ളവരെ ഏൽപ്പിച്ചിരുന്നു. എനിക്ക് ആകെയുള്ളൊരു ഉത്തരവാദിത്തം കള്ളു കുടിക്കണമെന്നുള്ളത് തന്നെയായിരുന്നു. അതായിരുന്നു എൻ്റെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെ വിട്ടുകളഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവാദിത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാണ്. അതോടൊപ്പം തന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ നമ്മളെക്കുറിച്ചുള്ള ഒരു വിശ്വാസമുണ്ട്. കാരണം പറഞ്ഞ പോലെ ചെയ്യത്തില്ല, വാങ്ങിയാൽ കൊടുക്കത്തില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം നമുക്ക്. അതുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ ആ ഒരു നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യം വീണ്ടെടുക്കണം. അമിത മദ്യാസക്തി രോഗികളായിട്ടിരിക്കുന്ന ആളുകൾ അനാരോഗ്യത്തിലാണെന്നുള്ള കാര്യം ഒരു സംശയമില്ല. കാരണം ശരിയായ രീതിയിലുള്ള പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ക്രമമായിട്ട് ഉപയോഗിക്കാറില്ല. നമുക്ക് കള്ളു കുടിക്കണം. അവസാനമൊക്കെ ആയപ്പോഴത്തേന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടി പോയതാണ് ഞാൻ. മറ്റുള്ള ആളുകൾ എത്രത്തോളം അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പൊതുവെ അമിത മദ്യാസക്തി രോഗികൾ 4ാം സ്റ്റേജിലേക്ക് ചെല്ലുമ്പോഴേക്കും ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിത്തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആരോഗ്യം നഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ആരോഗ്യം വീണ്ടെടുക്കണം എന്നുള്ള ഒരു താല്പര്യം നമ്മൾ മനസ്സിൽ വളർത്തിയെടുക്കുക. അതോടൊപ്പം കയ്യിൽ കിട്ടുന്ന പണം മുഴുവൻ ചെലവഴിച്ച് തീർക്കുന്ന ഒരു സ്വഭാവമായിരുന്നു നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്നു. എത്ര കിട്ടിയാലും ഇന്ന് അത് മുഴുവൻ അടിച്ചു പൊളിച്ച് തീർക്കണം, നാളത്തേക്കിന് വേറെ കിട്ടുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത. പക്ഷെ എത്രത്തോളം നമ്മൾ പണത്തിന് വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കൈവശം കിട്ടുന്ന പണം അത് മുഴുവൻ, ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ വരുമാനം അത് മുഴുവൻ ഇന്ന് ചെലവഴിച്ച് തീർക്കേണ്ടതല്ല. നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്പം പണം മിച്ചം വെക്കേണ്ടതാണ് എന്നുള്ള ചിന്ത മനസ്സിൽ വളർത്തുക. ഒരു സുബോധ ജീവിതം ആരംഭിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. എൻ്റെ കൈവശം ഇപ്പോൾ ഉള്ള ഈ പണം മുഴുവൻ ചെലവാക്കേണ്ടതല്ല, ഒരല്പം പിന്നത്തേക്ക് പാത്തു വെക്കേണ്ടതാണ് എന്ന് ചിന്തിക്കണം. പക്ഷെ സാധിക്കത്തില്ല.
സുബോധാവസ്ഥയിലേക്ക് വരുന്ന ആദ്യ നാളുകളിലൊന്നും പണം സൂക്ഷിച്ചു വെക്കാനോ ബാലൻസ് വെക്കാനോ സാധാരണ നമുക്ക് സാധിക്കത്തില്ല. കാരണം അതുപോലെ ബാധ്യതകൾ അപ്പുറത്ത് കിടക്കുക. എന്നാൽ ഇത് മുഴുവൻ ചെലവാക്കേണ്ടതല്ല, അല്പം ഒക്കെ സൂക്ഷിച്ചു വെക്കണമെന്നുള്ള ചിന്ത നമ്മൾ വളർത്തിയെടുക്കണം. ഇതുവരെ ഞാൻ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചില്ല, ഇനി ജീവിക്കേണ്ടതുപോലെ ജീവിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ എന്നോട് തന്നെ പറയുക, എൻ്റെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. ഇതിനെല്ലാം ഉപരിയായി വളരെ പ്രയാസകരമായ കാര്യങ്ങളാണ് ഈ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ. ഞാനെന്ന് പറയുന്ന ബലഹീനതയുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഇതെല്ലാം വീണ്ടെടുക്കാനും സ്വായത്തമാക്കിയെടുക്കാനും ഒക്കെ അല്പം പ്രയാസമൊക്കെ ഉണ്ട്. എന്നാൽ എന്നേക്കാൾ വലിയൊരു രണ്ടാം പടിയിൽ ഞാൻ കണ്ടെത്തിയ എന്നേക്കാൾ വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ ഞാൻ ആശ്രയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആശ്രയിക്കുന്ന ആ ശക്തി എന്നെ സഹായിക്കുമെന്നുള്ള ആത്മാർത്ഥമുള്ള ഒരു വിശ്വാസവും വളർത്തിയെടുക്കാം. ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകും, നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകും. ഈ റിലാപ്സിനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു നിർദ്ദേശം അതാണ്. ലക്ഷ്യബോധം ഉണ്ടാകുക, അത് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. രണ്ടാമത് പറയുവാനായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതശൈലിക്ക് മാറ്റം ഉണ്ടാകുക, ചേഞ്ച് ഓഫ് ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ജീവിതശൈലി ഒന്ന് മാറണം. കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ ജീവിച്ചിരുന്ന പോലെ അല്ല ഇനി നമ്മൾ ജീവിക്കേണ്ടത്, പുതിയൊരു ജീവിതശൈലി. അതുകൊണ്ടാണ് അഞ്ചാമ്പടി നമ്മളോട് പറയുന്നുണ്ട്, തെറ്റെന്ന് കണ്ട കാര്യങ്ങൾ ദൈവത്തോടും ഞങ്ങളോടും മൂന്നാമതൊരാളോടും കൃത്യമായി ഏറ്റുപറഞ്ഞു. അപ്പൊ ജീവിതശൈലി മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പടിയാണ് അഞ്ചാമത്തെ പടി, തെറ്റെന്ന് കണ്ട കാര്യങ്ങൾ. എവിടെയാണ് തെറ്റുകൾ നമ്മൾ കണ്ടെത്തിയത്, എങ്ങനെയാണ് തെറ്റുകൾ കണ്ടെത്തിയത്, അപ്പോൾ നമ്മൾ ഒരു പടി പുറകോട്ട് ഇറങ്ങേണ്ടി വരും, നാലാമത്തെ പടിയിലേക്ക് പോകേണ്ടി വരും. കഴിഞ്ഞ കാലത്തിലെ നമ്മുടെ ധാർമ്മിക നിലവാരം, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് ഞാനൊന്ന് വിലയിരുത്തുമ്പോൾ ഞാൻ ആരാണ് എന്ന് എനിക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ എൻ്റെ ജീവിതത്തിലുണ്ടായ തെറ്റുകളൊക്കെ അവിടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ തെറ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ തെറ്റെന്ന് കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ദൈവത്തോട് ഏറ്റുപറയുക, ഞാൻ മൂന്നാമതൊരാളോട് പറയുക, ഞാൻ എന്നോട് തന്നെ പറയുക, ഇത് ഏറ്റുപറയണം. അങ്ങനെ ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതശൈലി മാറും. അങ്ങനെ മാറിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. നിലവിൽ നമുക്ക് മദ്യപിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. പഴയതുപോലെയുള്ള ആ ബന്ധം തുടരേണ്ടതായിട്ടില്ല. ആരോടും ഞാൻ ഇതുവരെ ഈ 24 വർഷമായിട്ടും മദ്യപിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞാൻ ആരോടും പിണങ്ങിയിരുന്നിട്ടില്ല, ആരും എന്നോടും പിണങ്ങിയിരുന്നിട്ടില്ല. പക്ഷേ പണ്ട് മദ്യപിച്ച് നടന്നിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ ദൃഢതരമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം ഇപ്പം ഞങ്ങൾ തമ്മിലില്ല. പിണക്കമൊന്നുമില്ല. കാരണം അവർ കമ്പനി അടിച്ച് പോകുന്ന കൂട്ടത്തിൽ ഞാൻ പോകാറില്ല. ഒരു വിവാഹത്തിൽ പങ്കെടുത്താൽ വിവാഹ വീട്ടിലൊക്കെ ചെന്നാൽ അവരൊക്കെ ആയിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം അവരോടൊന്നും ഒപ്പം ഞാൻ സമയം ചെലവഴിക്കാറില്ല. അപ്പൊ നിലവിലുള്ള മദ്യപിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഒരു പരിധി നാം നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പഴയ പോലുള്ള ബന്ധം ഉണ്ടാവരുത്. അതോടൊപ്പം തന്നെ സന്തോഷവും ആനന്ദവും കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായി പൊയ്ക്കൊണ്ടിരുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളോടൊക്കെ നമ്മൾ വിട പറയണം. ഞാൻ എവിടെയായിരുന്നാലും ഇപ്പൊ ഇവിടെ ഞാൻ വിചാരിക്കുന്നത്, എന്നോട് ഷിപ്പ് പറഞ്ഞതനുസരിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ഇത് പങ്കെടുക്കുന്നുണ്ടാവും. 30 പേരെന്നൊക്കെ എന്നോടൊന്ന് ഷിപ്പ് സൂചിപ്പിച്ചിരുന്നു. ഇപ്പൊ 29 പേര് ഇതിൽ പങ്കെടുക്കുന്നു. എവിടെയൊക്കെ ഉള്ളവരാണെന്ന് എല്ലാവരെയും ഒന്നും എനിക്കറിയില്ല, ഏതാനും ആളുകളൊക്കെ മാത്രമൊക്കെയാണ് എനിക്ക് പരിചയമുള്ളത്. അതുകൊണ്ട് എവിടെയായിരുന്നാലും ശരി, ഏത് സ്ഥലത്തായിരുന്നാലും, കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇന്ത്യക്ക് പുറത്തായിരുന്നാലും ശരി, ആനന്ദം കണ്ടെത്തുവാൻ വേണ്ടി പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗം നിർത്തിയതിനു ശേഷം പോകാതിരിക്കുക, അവിടെ പോകരുത്. അതോടൊപ്പം തന്നെ മദ്യപിക്കുന്ന സുഹൃത്തുക്കളോട് ഒരുമിച്ചുള്ള യാത്ര നമുക്ക് പറ്റിയതല്ല. അതൊക്കെ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ്, യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം, രാത്രി പരിപാടികൾ പരമാവധി ഒഴിവാക്കുക. ഒരു കേരള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇവിടെ കല്യാണമാണെങ്കിൽ അല്ലെ ഹൗസ് വാമിംഗ് ആണെങ്കിലൊക്കെ അതിൻ്റെയൊക്കെ തലേ ദിവസം വീടുകളിൽ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ പല ആഘോഷങ്ങൾ രാത്രികൾ നടക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലായിരുന്നു നമ്മൾ ഇതിനു മുൻപ് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് രാത്രി പരിപാടികൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അവിടെയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമ്മൾ പോകാതിരിക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമുക്ക് പോവാം. അവിടെ ഓർത്തുകൊള്ളണം, സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിൽ പരാജയം സംഭവിക്കരുത്. രാത്രിയിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ,
അവിടുത്തെ സാഹചര്യങ്ങൾ ഞാൻ മുൻകൂട്ടി വിലയിരുത്തി മനസ്സിലാക്കണം. അതിനനുസരിച്ച് ഞാൻ അവിടെ നിൽക്കുകയും പോവുകയും ഇടപെടുകയും ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവും. അതോടൊപ്പം തന്നെ മദ്യപാനത്തിന് പ്രേരകമായിട്ടുള്ള പല പരിപാടികളുണ്ട്. അങ്ങനെയുള്ള പരിപാടികളിലൊന്നും പങ്കെടുക്കാതിരിക്കുക. ബാറുകളിലോ മദ്യ ഷാപ്പുകളിലോ ഒന്നും പോയി അവിടുന്ന് ഭക്ഷണം കഴിക്കരുത്. അതുപോലുള്ള സ്ഥാപനങ്ങളിൽ പോകരുത്. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മദ്യപിക്കാറൊന്നുമില്ല. ചില ആളുകളുണ്ട് എൻ്റെ കൂട്ടുകാർ, അവരോടൊപ്പം ബാറിൽ പോകാറുണ്ട്. അവർ അപ്പുറത്ത് മാറിയിരുന്ന് മദ്യപിക്കും, ഞാൻ ഇപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലരാണ് ബിഗ് ബുക്ക് ഒക്കെ നല്ലപോലെ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ധാരാളം ആളുകൾ നമുക്കറിയാം. അവർ പറയും, ബിഗ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ വരുന്ന ഒരു അതിഥി, അദ്ദേഹം മദ്യപിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് മദ്യപിക്കാനുള്ള അവസരം കൊടുക്കണം. നിങ്ങൾക്ക് അദ്ദേഹത്തിന് മദ്യം വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ സാധിച്ചെങ്കിൽ കൊടുക്കണം. അല്ലെങ്കിൽ മദ്യം ലഭിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ കൊണ്ടുപോകണം. ഇതൊക്കെ നിങ്ങൾ മദ്യപാനം നിർത്തിയത് കൊണ്ട് അദ്ദേഹം നിർത്തണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം പിടിക്കുന്നു. നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് ശരിയല്ല എന്ന് ബിഗിൽ എവിടെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് പല ആളുകളും പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ ഈ കാര്യം ബിഗ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്